കാണാതെ പോയ തന്റെ സഹോദരനെ അന്വേഷിച്ച് ജയിലിൽ നിന്നും പരോളിനിറങ്ങി വരുന്ന സഹോദരനായ പോൾസൺ. പോൾസന്റെ സഹോദരന് എന്തുപറ്റി? പോൾസൺ എന്തുകൊണ്ടായിരിക്കാം ജയിലിലായത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന വരവെന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ പോൾസനെയാണ് കാണിക്കുന്നത്. 7 വർഷമായിട്ട് പോൾസൺ ജയിലിലായിരുന്നു. ഇപ്പോൾ 10 ദിവസത്തെ പരോൾ കിട്ടി നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പോൾസൺ ബസ്സിലിരിക്കുന്ന സമയം മുഖം മറച്ച കുറച്ചുപേർ പോൾസനെ ആക്രമിക്കുന്നു. തന്നെ ആക്രമിക്കാൻ വന്നവരെ എല്ലാവരെയും പഞ്ഞിക്കിട്ടിട്ട് തന്റെ ബാഗുമായി പോൾസൺ അവിടെ നിന്ന് പോകുന്നു. പോൾസന് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പാപ്പനും ബാബുവും. പാപ്പനാണ് പോൾസനെ കൊണ്ടുപോകുവാനായിട്ട് എത്തിയിരിക്കുന്നത്. വണ്ടിയിലിരിക്കുന്ന സമയത്ത് പോൾസന്റെ ബാഗിൽ നിറയെ കാശിരിക്കുന്നത് പാപ്പൻ കാണുന്നു. ഇത്രയും കാശ് നിനക്ക് എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നാണ് പോൾസൺ മറുപടി പറയുന്നത്. ബാബുവിന്റെ കടയിലേക്ക് വിടുവാനായിട്ടും പോൾസൺ പറയുന്നു. ബാബു ചായക്കട നടത്തുകയാണ്. ഒപ്പം ബാബുവിനെ സഹായിക്കുവാനായിട്ട് ബാബുവിന്റെ ഭാര്യയുമുണ്ട്. അങ്ങനെ പോൾസനും പാപ്പനുമൊക്കെ ബാബുവിന്റെ കടയിലേക്ക് എത്തുകയാണ്. ആ ഒരു ബാഗ് ബാബുവിനെ ഏൽപ്പിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കണം, ഞാൻ ചോദിക്കുമ്പോൾ തരണമെന്ന് പറഞ്ഞിട്ടാണ് ബാഗ് ഏൽപ്പിക്കുന്നത്. ബാബു ആണെങ്കിലോ അതിലെന്താണെന്നോ എന്തിനാണ് കൊണ്ടുവന്നതെന്നോ എന്നൊന്നും ചോദിക്കാതെ പോൾസൺ പറഞ്ഞതനുസരിച്ച് ബാഗ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുന്നു. അവിടെ നിന്നും പോൾസൺ നേരെ പോകുന്നത് തന്റെ ചേച്ചിയായ ഡെയ്സിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഡെയ്സി കന്യാസ്ത്രീയ. പോൾസണ് 3 സഹോദരങ്ങളാണുള്ളത്. മൂത്തത് ഡെയ്സി, രണ്ടാമത്തേത് പോൾസൺ, മൂന്നാമത്തേത് സെബാൻ, നാലാമത്തേത് വില്ലി എന്നറിയപ്പെടുന്ന വില്യംസ്. 7 വർഷമായിട്ട് വില്ലിയെ കാണാനില്ല. വില്ലി മിസ്സിംഗ് ആയ സമയമായിരുന്നു പോൾസൺ കൊലക്കുറ്റത്തിനകത്ത് പോയത്. 7 വർഷം ജയിലിൽ കിടന്നു. ഇപ്പോൾ 10 ദിവസത്തെ പരോളിന് വന്നിരിക്കുകയാണല്ലോ. പോൾസന്റെ രണ്ടാമത്തെ സഹോദരനായ സെബാൻ ഇപ്പോൾ MLA ആണ്. പോൾസൺ ജയിലിൽ പോയ സമയത്താണ് സെബാൻ MLA ആയത്. അങ്ങനെ പോൾസൺ തന്റെ ചേച്ചിയെ കാണുവാൻ വേണ്ടിയിട്ടും എത്തി. പോൾസനെ കാണുന്ന ചേച്ചി ഡെയ്സിക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം ഇത്രയും നാളായിട്ടും അവർ വില്ലിക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുകയാണ്. എന്നാൽ ഒരു വിവരവും കിട്ടുന്നില്ല. കൂടാതെ രണ്ടാമത്തെ സഹോദരനായ പോൾസൺ ജയിലിലുമായിരുന്നു. അതിന്റെയൊക്കെ സങ്കടമായിരുന്നു ഡെയ്സിക്കുണ്ടായിരുന്നതും. 7 വർഷത്തിന് ശേഷം തന്റെ സഹോദരനെ കണ്ട സന്തോഷവും ഡെയ്സിക്കുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുൻപ് വില്ലി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുമെന്നും ചേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോൾസൺ അവിടെ നിന്ന് പോകുന്നത്. ഇവരുടെയൊക്കെ രണ്ടാമത്തെ സഹോദരനായ സെബാൻ MLA ആയിട്ട് പോലും വില്ലിയെ ഒന്ന് കണ്ടുപിടിക്കാനോ പോൾസനെ ജയിലിൽ നിന്ന് ഇറക്കുവാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടേയില്ല. മാത്രവുമല്ല, ഇവരുടെ കുടുംബവുമായിട്ട് ഇപ്പോൾ വലിയ ടച്ചൊന്നും സെബാനില്ല. എങ്ങനെയാണ് സെബാൻ MLA ആയതെന്ന് ഇവർക്കൊന്നും അറിയത്തേയില്ല. തന്റെ ചേച്ചിയായ ഡെയ്സിയെ കണ്ടിട്ട് പോൾസൺ നേരെ പോകുന്നത് കൂട്ടുകാരനായ ബാബുവിന്റെ ചായക്കടയിലേക്കാണ്. ആ സീൻ അവിടെ കട്ടായി കുറച്ച് ഗുണ്ടകളെ കാണിക്കുന്നു. ഇവരുടെ കയ്യിലാണെങ്കിലോ ഒരു കവറുമുണ്ട്. ആ കവറിനകത്ത് ഒരു മനുഷ്യന്റെ തലയാണ്. വെട്ടിയെടുത്ത തല അവിടെ ഉണ്ടായിരുന്ന ഒരു അരുവിയിൽ ഉപേക്ഷിച്ചിട്ട് ആ ഗുണ്ടകളെല്ലാവരും നേരെ എത്തുന്നത് ബാബുവിന്റെ ചായക്കടയിലും. ബാബുവിന്റെ ചായക്കടയിലെത്തി വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണ്. അതേ സമയമായിരുന്നു അവിടേക്ക് പോൾസണും വരുന്നത്. പോൾസണാണെങ്കിലോ ഈ നിൽക്കുന്ന ഗുണ്ടകളെ എല്ലാവരെയും അടിച്ച് തകർക്കുകയാണ്. അവന്മാർക്കിട്ട് നല്ല ഇടി തന്നെ കൊടുക്കും. അവന്മാരെ എല്ലാം ഇടിച്ച് പരിപ്പിളക്കിയ ശേഷം പോൾസൺ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കും. പരോളിനിറങ്ങിയത് കൊണ്ട് തന്നെ 10 ദിവസവും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പോൾസൺ എത്തിയിരിക്കുന്നത്. ചായക്കടയിൽ അടിപിടി നടന്ന വിവരം പോലീസുകാർ അറിയുകയാണ്. പോലീസുകാർ ബാബുവിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരാണ് അവരെയൊക്കെ തല്ലിച്ചേച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വില്ലിയാണെന്നാണ് ബാബു മറുപടി പറയുന്നത്. അത് കേട്ടതും എല്ലാവരും ഷോക്കായി പോകുന്നു. കാരണം വില്ലിയെ കാണാതായിട്ട് 7 വർഷമായി. ഇതുവരെയായിട്ടും വില്ലി എവിടെയുണ്ടെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. അങ്ങനെയുള്ള വില്ലിയാണ് ചായക്കടയിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ തല്ലിച്ചേച്ചെന്ന് കേട്ടപ്പോൾ പോലീസുകാർ ഷോക്കായി പോകുന്നു. SI ആയ സക്കറിയ ബാബുവിനെ നന്നായിട്ടൊന്ന് പെരുമാറും. സത്യം പറയടാ, വില്ലിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ വില്ലി തന്നെ, ഞാൻ അവനെ കണ്ടു എന്നൊക്കെ തന്നെ ബാബു ഉറച്ചു നിൽക്കുന്നു. CI സക്കറിയ വഴക്ക് പറയുന്നത് കൊണ്ടാണ് ബാബുവിനെ സക്കറിയ വെറുതെ വിട്ടത്. സത്യത്തിൽ ഇത് ബാബുവിന്റെയും പോൾസന്റെയും പ്ലാനാണ്. 7 വർഷമായല്ലോ വില്ലിയെ കാണാതായിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും പോലീസുകാർക്ക് അവനെ ഒന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും പോലീസുകാർ അവനെ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് ബാബുവും പോൾസനും ചേർന്ന് പ്ലാൻ ചെയ്തതാണ് ഈ ഒരു പരിപാടി. ബാബു വന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, പോലീസുകാർ ചോദിക്കുമ്പോൾ വില്ലിയുടെ പേര് പറയുക. അങ്ങനെയാണെങ്കിൽ പോലീസുകാർ വില്ലിയെ അന്വേഷിച്ചിറങ്ങുമല്ലോ. അതായിരുന്നു അവരുടെ പ്ലാൻ. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പോൾസണും ബാബുവും അവിടെ വെച്ച് സെബാനെ കാണുന്നു. സെബാനും സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. എന്നാൽ സെബാനെ കാണുന്നതും പോൾസൺ സെബാനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. സെബാനാണെങ്കിലോ പോൾസനെ കണ്ട്
വല്ലാത്ത ടെൻഷൻ. എന്തിനായിരിക്കാം പോൾസൺ ഇവിടേക്ക് വന്നത്? വില്ലിയെക്കുറിച്ച് എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെയായിരുന്നു സെബാന്റെ ടെൻഷൻ. അതിൽ നിന്നും സെബാൻ ഇതിലേക്ക് എന്തോ പങ്കുണ്ട് എന്നുള്ള സംശയമൊക്കെ തോന്നും. പോൾസൺ ഇപ്പോൾ വന്നിരിക്കുന്നത് 10 ദിവസം കൊണ്ട് എവിടെയാണ് വില്ലി എന്നുള്ളത് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല, വില്ലിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ എല്ലാവരെയും കൊന്നൊടുക്കുക. അത് മാത്രമായിരുന്നു പോൾസന്റെ ലക്ഷ്യവും. പോൾസൺ ആണെങ്കിലോ സെബാനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീടൊരു ഫ്ലാഷ് ബാക്കിലൂടെ എന്താണ് വില്ലിക്ക് സംഭവിച്ചത്, പോൾസൺ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഡെയ്സി, പോൾസൺ, വില്ലി ഇവർ 3 പേരും ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ്. എന്നാൽ സെബാൻ ആണെങ്കിലോ ഇവരുടെ സ്വന്തം സഹോദരനല്ല. ഇവരുടെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയി. അങ്ങനെ അവർ പള്ളിയിലാണ് വളരുന്നത്. അതേസമയം അവിടെ വെച്ച് സെബാനെ കാണുന്നു. സെബാനും അച്ഛനും അമ്മയും ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹോദരനായി കൂടെ കൂട്ടട്ടെ എന്ന് അച്ഛനോട് ചോദിച്ചിട്ട് സെബാനെയും കൂടെ കൂട്ടുകയാണ് ഡെയ്സിയും പോൾസനും വില്ലിയും ചെയ്യുന്നത്. അന്നു മുതൽ അവർ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് ഒരുമിച്ച് വളരുന്നത്. ഡെയ്സി അങ്ങനെ കന്യാസ്ത്രീയാവുകയും ചെയ്തു. അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മൂത്ത ചേച്ചിയായതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഇവരെ 3 പേരെയും ഡെയ്സി വളർത്തിയത്. അങ്ങനെയിരിക്കെ വില്ലി ലിഷ എന്ന പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്നു. വില്ലി കോളേജ് പ്രൊഫസറും ലിഷ MBBS സ്റ്റുഡന്റുമാണ്. ഈ ലിഷ സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നില്ല. ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകാരനും പൊളിറ്റീഷ്യനുമായിട്ടുള്ള മേടയിൽ കൊച്ചേട്ടന്റെ മകളാണ് ലിഷ. ആ ഒരു നാട് തന്നെ അടക്കി വാഴുന്ന ഒരാളാണ് മേടയിൽ കൊച്ചേട്ടൻ. എല്ലാവർക്കും തന്നെ പേടിയാ കൊച്ചേട്ടനെ. കാരണം വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഇതാണ് കൊച്ചേട്ടന്റെ സ്വഭാവം. ആരോടെങ്കിലും ദേഷ്യമോ പകയോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെ പിന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കത്തേയില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. എല്ലാവരും കൊച്ചേട്ടനെ പേടിച്ചാണ് ജീവിക്കുന്നത് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കൊച്ചേട്ടന്റെ മകളുമായിട്ടാണ് വില്ലി പ്രണയത്തിലായിരിക്കുന്നതും. രണ്ടുപേരുടെയും പ്രണയം നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കാര്യം ഡെയ്സിക്കും സെബാനും പോൾസണിനും ഒക്കെ നന്നായിട്ട് അറിയാം. എന്നാൽ ഒരു ദിവസം ലീവിന് വന്ന ലിഷ വില്ലിയുമായിട്ട് ഒരു റിസോർട്ടൊക്കെ എടുത്ത് അവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയം അവരുടെ റൂമിലേക്ക് കൊച്ചേട്ടൻ എത്തുന്നു. കൊച്ചേട്ടൻ കോളേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ലിഷ വില്ലിക്കൊപ്പം റിസോർട്ടിൽ പോയ വിവരം അറിയുന്നത്. അങ്ങനെയാണ് കൊച്ചേട്ടൻ ഇപ്പോൾ ആ ഒരു റിസോർട്ടിലേക്കും എത്തിയിരിക്കുന്നത്. പുറത്തേക്ക് വില്ലിയെ വിളിച്ചുകൊണ്ടുപോയ കൊച്ചേട്ടൻ വില്ലിയെ ഒരുപാട് വഴക്ക് പറയുന്നു. ഭീഷണി പോലെയായിരുന്നു കൊച്ചേട്ടന്റെ സംസാരം. വെറും അനാഥനായ നീ എന്റെ കുടുംബക്കിടക്കയിൽ കയറി കിടക്കാൻ നീ ശ്രമിക്കുന്നു. ഇതോടുകൂടി ഇവിടെയെല്ലാം അവസാനിപ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ലിഷയെ കൊച്ചേട്ടൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഈ ഒരു വിവരമെല്ലാം വില്ലി പോൾസണിനോടൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത ദിവസമാണ് വില്ലിയെ കാണാതാകുന്നത്. വില്ലിയെ കാണാതായതുകൊണ്ട് തന്നെ പോൾസണും സെബാനും ഡെയ്സിയും ഒക്കെ വില്ലിയെ ഒരുപാട് അന്വേഷിക്കും. പക്ഷേ വില്ലി എവിടെ പോയെന്ന് അവർക്കറിയതേയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ ഉണ്ട്, മേടയിൽ കൊച്ചേട്ടനെയാണെന്നുള്ള കാര്യം പോൾസൺ പറയുന്നു. മേടയിൽ കൊച്ചേട്ടന്റെ മകളായ ലിഷയുമായിട്ട് വില്ലിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോൾസൺ പറയുകയാണ്. മേടയിൽ കൊച്ചേട്ടൻ രാഷ്ട്രീയക്കാരനും പേരുകേട്ട വ്യവസായമായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ചെറിയൊരു പേടിയായിരുന്നു. എങ്കിലും കംപ്ലൈന്റ് കിട്ടിയതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പോൾസണിനെയും കൂട്ടിയാണ് പോലീസുകാർ കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് എത്തുന്നത്. കൊച്ചേട്ടനോട് പോൾസൺ തന്റെ സഹോദരനായ വില്ലിയെ കാണാനില്ല എന്നും അവനെ കാണാതായത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷമാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, നിന്റെ സഹോദരനായ വില്ലി എന്റെ കുടുംബത്തിൽ കയറി കളിച്ചു. ഞാൻ അവനെ ഒന്ന് വിരട്ടി. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടേയില്ല. അവൻ എവിടെ പോയി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് കൊച്ചേട്ടൻ പറയുന്നു. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ കൊച്ചേട്ടന് എന്തോ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം പോൾസന് നല്ല സംശയമുണ്ട്. ആ ഒരു സംശയത്തിലാണ് പോൾസൺ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. വില്ലിയെ കാണാതായ വിവരമൊക്കെ ലിഷയെ കണ്ട് സംസാരിക്കുന്നുമുണ്ട്. ലിഷയും പോലീസ് ഉദ്യോഗസ്ഥനടുത്തെത്തി തന്റെ അച്ഛനെയാണ് തനിക്ക് സംശയമെന്നും വില്ലി കാണാതായതിനു പിന്നില് അച്ഛനെന്തോ ബന്ധമുണ്ടെന്നൊക്കെ പോലീസുകാർക്കടുത്തു വന്ന് മൊഴി കൊടുക്കുന്നുമുണ്ട്. അതേസമയം പോൾസന്റെ വീട്ടിലേക്ക് കുറെ പോലീസുകാരെത്തുന്നു. പോലീസുകാർ അവിടെ മാകെ അന്വേഷിക്കുകയാണ്. എന്താണ് കാരണമെന്നാൽ, ഒരു ദിവസം പള്ളിയിൽ ധ്യാനത്തിന് ഒരു കുടിയനെ കൊണ്ടുവന്നു. അയാൾക്കാണെങ്കിലോ ധ്യാനത്തിനിരിക്കാൻ ഒട്ടും വയ്യ. ഭാര്യയുടെയും മകളുടെയും കൈവെട്ടിച്ച് അയാൾ രക്ഷപ്പെടുവാനൊക്കെ ശ്രമിക്കും. അതേസമയം ആ പള്ളിയില് പോൾസണും കൂട്ടരും ഉണ്ടായിരുന്നു. പോൾസൺ അയാളെ പിടികൂടുകയും അയാൾക്കിട്ട് നല്ലത് കൊടുക്കുകയും ധ്യാനത്തിനായിട്ട് പള്ളിയിൽ ചേർക്കുകയും ചെയ്തു. എന്നാൽ അയാളെപ്പോൾ കാണാനില്ല. അയാളാണല്ലോ പോൾസനെ അവസാനമായിട്ട് തല്ലിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പോൾസൺ ആണോ അയാളെ കാണാതായതിന് പിന്നിലെന്ന് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് പോൾസന്റെ വീട്ടിൽ അന്വേഷണത്തിനായി എത്തിയിരിക്കുന്നത്. എന്നാൽ അവരുടെ വീടിന് അടുത്തായിട്ട്
തെങ്ങ് കൃഷിക്ക് വേണ്ടിയിട്ട് കുറേ തെങ്ങിറക്കി വെച്ചിട്ടുണ്ട്. ആ തെങ്ങുകൾക്കിടയിൽ നിന്നും അയാളുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. അതോടുകൂടി എല്ലാവരും പോൾസണെതിരാവുകയാണ്. പോൾസൺ പുറത്തു പോയിട്ട് തന്റെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോഴോ ഒരുപാട് ആളുകളും പോലീസുകാരും ഒക്കെയുണ്ട്. എന്താണ് കാരണമെന്ന് പോൾസണ് മനസ്സിലാകുന്നതേയില്ല. ചെന്ന് നോക്കുമ്പോഴോ അയാളുടെ ഡെഡ് ബോഡിയും അവിടെ കിടക്കുന്നു. അതോടുകൂടി എല്ലാവരും പോൾസണിനെ കുറ്റം പറയുകയാണ്. ഞാനല്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പോൾസൺ പറഞ്ഞിട്ടും എസ് ഐ സക്കറിയ, അവിടെയുണ്ടായിരുന്ന മറ്റു പോലീസുകാർ എല്ലാവരും ചേർന്ന് പോൾസണിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. മാത്രവുമല്ല അവിടെയുണ്ടായിരുന്ന ഒരാളാണെങ്കിലോ പോൾസണാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു. സാക്ഷികളും തെളിവുകളും എല്ലാം പോൾസണിനെതിരായി. അങ്ങനെ പോൾസൺ ജയിലിലാവുകയാണ്. 7 വർഷം പോൾസൺ ജയിലിൽ കിടന്നു, അതും ചെയ്യാത്ത കുറ്റത്തിന്. മേടയിൽ കൊച്ചേടനാണ് പോൾസണിനെ കുടുക്കിയിരിക്കുന്നത്. 10 ദിവസത്തെ പരോളിന് പോൾസൺ ഇറങ്ങിയതിന്റെ കാരണം തന്റെ സഹോദരനായ വില്ലിയെ കണ്ടുപിടിക്കുക. വില്ലിക്ക് എന്താണ് സംഭവിച്ചത്, തന്നെ കുടുക്കിയതാരാണ്, അവരെയൊക്കെ കണ്ടെത്തുക, പ്രതികാരം വീട്ടുക. ഇതായിരുന്നു പോൾസന്റെ ലക്ഷ്യം. വില്ലിയുടെ മിസ്സിങ്ങിൽ പോലീസുകാർ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വില്ലിയുടെ പേരിൽ പോൾസൺ ഓരോ ക്രൈമും ചെയ്യുന്നത്. എന്നിട്ടത് വില്ലിയാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഓരോ തെളിവും പോൾസൺ അവശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എസ് ഐ ആയിട്ടുള്ള സക്കറിയ നേരെ പോകുന്നത് ഡെയ്സിക്ക് അടുത്തേക്കാണ്. ഡെയ്സിയുടെ കൂടെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. ഡെയ്സിയുടെ അടുത്തേക്ക് സക്കറിയ വന്നിരിക്കുന്നതിന്റെ കാരണം എന്തെന്നാൽ പോൾസന്റെ കൈവശം ഒരു പണമടങ്ങിയ ബാഗുണ്ടല്ലോ, ആ ബാഗിന് വേണ്ടിയിട്ടാണ്. ബാഗ് എവിടെയെന്ന് ചോദിച്ച് വല്ലാതെ പ്രശ്നമുണ്ടാക്കും. എന്നാൽ ഡെയ്സി അതിനെ എതിർക്കുന്ന സമയത്ത് ഒരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അവളെ തല്ലി ചതയ്ക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്ററിനെയും തല്ലി ചതയ്ക്കുകയാണ്. എന്നിട്ട് ആ വീട് മുഴുവൻ അന്വേഷിക്കും. അവിടുന്ന് ബാഗ് കിട്ടിയതേയില്ല. അത് കാരണം സക്കറിയ അവിടെ നിന്ന് പോകുന്നു. ഡെയ്സിയും സിസ്റ്ററും ഹോസ്പിറ്റലിലാവുകയാണ്. ഹോസ്പിറ്റലിലായിരുന്ന ഡെയ്സിയെ കാണുവാൻ വേണ്ടിയിട്ട് പോൾസൺ എത്തും. എന്താണ് സംഭവിച്ചത്, ആരാണിത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണെന്നുള്ള കാര്യമൊന്നും ഡെയ്സി തുറന്നു പറയില്ല. തന്റെ സഹോദരൻ വീണ്ടും ജയിലിലായാലോ എന്ന് പേടിയായിരുന്നു ഡെയ്സിക്ക്. അതുകൊണ്ട് താൻ കുളിമുറിയിൽ തെന്നി വീണതാണെന്ന് ഡെയ്സി കള്ളം പറയുന്നു. അങ്ങനെയൊന്നുമല്ല എന്നുള്ള കാര്യം പോൾസന് നല്ല സംശയമുണ്ടായിരുന്നു. എന്നാൽ ഡെയ്സിയുടെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സിസ്റ്റർ നടന്ന കാര്യങ്ങളെല്ലാം പോൾസണിനോട് തുറന്നു പറയും. പോൾസന് വല്ലാതെ ദേഷ്യം വരികയാണ്. അന്നേ ദിവസം രാത്രി സ്റ്റേഷനിൽ സക്കറിയും ഒരു കോൺസ്റ്റബിളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സക്കറിയയ്ക്കാണെങ്കിലോ ആരുമില്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് മദ്യപിക്കണമെന്ന് തോന്നുന്നു. സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്ന മദ്യം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ക്യാമറ എല്ലാം ഓഫാക്കിയിട്ട് മദ്യമൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. സ്റ്റേഷനടുത്ത് നിന്നും കുറച്ച് മാറിയാണ് ആ ഒരു കെട്ടിടമുള്ളത്. ക്യാമറയൊക്കെ ഒരുപാട് നേരമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റബിൾ വന്നിട്ട്, സാറേ, അധിക നേരം ഇങ്ങനെ ഓഫാക്കി വെക്കുന്നത് ശരിയല്ല, മുകളിൽ നിന്നും വിളി വരുമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നീ പുറത്തു പോയി കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഈ കോൺസ്റ്റബിൾ സത്യത്തിൽ പോൾസൺ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞില്ലേ, അയാളുടെ സഹോദരനാണ്. ആ കോൺസ്റ്റബിൾ ആണെങ്കിലോ സ്റ്റേഷന് പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ പോൾസൺ നിൽക്കുന്നത് കോൺസ്റ്റബിൾ കാണുന്നു. പോൾസൺ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം കോൺസ്റ്റബിളിന് മനസ്സിലായി. പക്ഷേ കോൺസ്റ്റബിൾ ആണെങ്കിലോ ഒന്നും തന്നെ പ്രതികരിക്കത്തേയില്ല. അതൊരു പോസിറ്റീവ് സൂചനയാണെന്ന് മനസ്സിലാക്കിയ പോൾസൺ അകത്തേക്ക് കടക്കുന്നു. സക്കറിയയ്ക്കടുത്തേക്കെത്തി സക്കറിയെ തല്ലി ചതയ്ക്കുകയാണ്. തന്റെ ചേച്ചി എത്രമാത്രം വേദന അനുഭവിച്ചോ അതിനിരട്ടി വേദന സക്കറിയയ്ക്ക് കൊടുക്കുകയാണ് പോൾസൺ. എന്നിട്ട് അടികൊണ്ട് അവശനായ പോൾസന്റെ ദേഹത്തേക്ക് മദ്യം മുഴുവൻ ഒഴിക്കുകയും പോൾസനെ കത്തിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ബില്ലിയാണത് ചെയ്തതെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവും അവശേഷിപ്പിച്ചിട്ടാണ് പോൾസൺ അവിടെ നിന്ന് പോകുന്നത്. സംഭവ സ്ഥലത്തേക്ക് പോലീസുകാരും മാധ്യമങ്ങളും ഒക്കെ എത്തുന്നു. ഒരു പോലീസുകാരൻ മരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു കേസ് ക്രൈംബ്രാഞ്ചിനും കൈമാറുകയാണ്. അങ്ങനെ ക്രൈംബ്രാഞ്ച് എസ് പിയും അവിടേക്ക് എത്തുന്നു. ആരാണ് ഈ വില്ലി എന്നുള്ള രീതിയിലൊക്കെ അന്വേഷണം നടത്തുകയാണ്. കാരണം വില്ലിയാണ് ചെയ്തതെന്നുള്ള തെളിവാണല്ലോ പോൾസൺ അവശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്ലിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നുമൊക്കെ എസ് പി തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പോൾസൺ സ്ഥിരമായിട്ട് ഒപ്പിട്ടുകൊണ്ടിരുന്ന സ്റ്റേഷനിൽ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റേഷനിലേക്കാണ് പോൾസൺ ഒപ്പിടാനായിട്ട് എത്തിയിരിക്കുന്നത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന് പോൾസണിന് നല്ല സംശയം. 7 വർഷമായിട്ട് ഈ നാട്ടിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നീ പരോളിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. നിന്റെ സഹോദരനായ വില്ലിയുടെ പേരിൽ നീ തന്നെയാണോ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, സാറേ, എന്റെ സഹോദരനെ കാണാതായിട്ട് 7 വർഷമായി. ഇതുവരെയായിട്ടും അവൻ ജീവനോട് കൂടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അവനെ ഒന്ന് കണ്ടുപിടിച്ചു തരണം എന്നുള്ള കാര്യം അപേക്ഷിച്ചിട്ടാണ്
പോൾസൺ അവിടെ നിന്ന് പോകുന്നത്, അതും വളരെ സങ്കടത്തോടുകൂടി. ആ സീൻ അവിടെ കട്ടായി കൊച്ചേട്ടന്റെ വീടാണ് കാണിക്കുന്നത്. കൊച്ചേട്ടന് യോഹൻ എന്നൊരു മകൻ കൂടിയുണ്ട്. യോഹൻ ഇത്രയും നാളും വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ യോഹനാണെങ്കിൽ നേരെ പോകുന്നത് ബാബുവിന്റെ ചായക്കടയിലേക്കാണ്. സത്യം പറ, ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം നടത്തിയത് ആരാണ്? അത് പോൾസൺ അല്ലേ, അതോ വില്ലിയോ എന്ന് ചോദിച്ച് എല്ലാവരെയും വിരട്ടുന്നു. എന്നാൽ ആരും തന്നെ അത് പോൾസൺ ആണെന്ന് തുറന്നു പറയാതെ വില്ലി എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ പോൾസൺ തന്റെ സാമ്രാജ്യം മുഴുവൻ നശിപ്പിക്കുമെന്ന പേടി കൊച്ചേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോൾസനെ ഒന്ന് തകർക്കുന്നതിന് വേണ്ടിയിട്ട് പോൾസന്റെ കൂടെ ഉണ്ടായിരുന്ന ഇടം വലമായിട്ട് നിന്ന രണ്ടു കൂട്ടുകാരുടെയും കഥ കഴിക്കുകയാണ്. ഒരു കൂട്ടുകാരനെ വഴിയിലിട്ട് തീർക്കുന്നു, മറ്റൊരു കൂട്ടുകാരന്റെ വീട്ടിൽ കയറിയാണ് അവന്റെ കഥ കഴിക്കുന്നതും. കൂട്ടുകാരനെ മാത്രമല്ല, കൂട്ടുകാരന്റെ ഭാര്യയും കൊന്നുകളഞ്ഞു. കൂട്ടുകാരന് ഒരു മകളുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ല. ആ കുട്ടിയെ മാത്രം ജീവനോട് വിട്ടിട്ട് കുട്ടിയോട് പറയുന്നത്, ആരാ ഇവിടെ വന്നതെന്ന് മോളോട് ആരെങ്കിലും ചോദിച്ചാൽ ആരുടെ പേര് പറയണം, വില്ലി എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് യോഹൻ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാബുവിന്റെ കേസ് അന്വേഷിച്ചെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ആ കുട്ടി പറയുന്നത് വില്ലി മാമനാണ് ഇവിടെ വന്നത് എന്നതായിരുന്നു. ആ ഒരു കേസും വില്ലിയുടെ മണ്ടയിൽ തന്നെ വീഴുകയാണ്. ഇതെല്ലാം ചെയ്യിച്ചത് യോഹനും. തന്റെ കൂട്ടുകാരെ കൊന്നുകളഞ്ഞ യോഹനിട്ട് പണി കൊടുക്കണമെന്നും പോൾസൺ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് പോൾസൺ. വില്ലിയുടെ പേരില് പോൾസൺ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല, പോൾസൺ വന്നപ്പോൾ കാശടങ്ങിയ ഒരു ബാഗും കൊണ്ടുവന്നല്ലോ. അത് യഥാർത്ഥത്തിൽ കൊച്ചേട്ടന്റേതായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് കൊച്ചേട്ടനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചേട്ടന് സെബാനോട് വല്ലാത്ത ദേഷ്യം. ഇനി സെബാനാണോ ഒറ്റുകൊടുത്തത്, പോൾസണുമായിട്ട് ചേർന്ന് നിന്ന് തന്നെ ചതിക്കുകയാണോ എന്നുള്ള സംശയമൊക്കെ കൊച്ചേട്ടനുണ്ടാകുന്നു. മാത്രവുമല്ല, ഇവരാണെങ്കിൽ ഒരു കള്ളപ്പണം കൈമാറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വലിയൊരു ബിസിനസ് ഡീല് നടത്തിയിരുന്നു. ആ കള്ളപ്പണം കൈമാറുന്ന സമയത്ത് ആ ഒരു കാര്യം പോൾസൺ അറിയുകയുണ്ടായി. അങ്ങനെ പോൾസൺ ആണെങ്കിലോ ആ പോകുന്ന ജീപ്പെല്ലാം അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി കൊച്ചേട്ടന്റെ ഒരുപാട് കോടിക്കണക്കിനുള്ള കാശുകൾ നഷ്ടം വരികയാണ് ചെയ്തത്. ഈ ഒരു കാര്യം എങ്ങനെ പോൾസൺ അറിഞ്ഞു, ആരാ ഒറ്റിക്കൊടുത്തത് എന്നൊക്കെയുള്ള സംശയം കൊച്ചേട്ടനുണ്ടാകുന്നു. അപ്പോഴാണ് കൊച്ചേട്ടന് സെബാനെ കുറിച്ച് ഓർമ്മ വരുന്നത്. സെബാൻ പോൾസന്റെ സഹോദരനാണല്ലോ, അതുകൊണ്ട് തന്നെ സെബാനാണോ ഒറ്റിക്കൊടുത്തത് എന്ന സംശയമുണ്ടാകുന്നു. കൊച്ചേട്ടനാണ് സെബാൻ MLA പദവി കൊടുത്തത്. കൊച്ചേട്ടൻ കൊടുത്ത അതേ MLA പദവി സെബാനിൽ നിന്നും കൊച്ചേട്ടൻ തിരിച്ചെടുക്കുകയാണ്. മറ്റൊരാളെ MLA ആക്കി നിർത്തുകയും ചെയ്തു. അതോടുകൂടി സെബാന്റെ കിളി പോവുകയാണ്. എല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ട് കാറിൽ പോകുന്ന സെബാൻ റോഡ് സൈഡിലുള്ള കർത്താവിന്റെ തിരുരൂപം കാണുമ്പോൾ അവിടെ നിർത്തുവാനായിട്ടും ആവശ്യപ്പെടുന്നു. എന്നിട്ട് മെഴുകുതിരി കത്തിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ 4 സഹോദരങ്ങളും എപ്പോഴും ഈ കർത്താവിന് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് ബില്ലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നത്. ബില്ലിക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. വെള്ളത്തിനടിയിൽ പോയി വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയും അവൻ വാങ്ങിയിരുന്നു. അതറിയാവുന്ന സെബാൻ, എടാ, ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഴയുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. നീ ഒരു ക്യാമറ വെച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്, കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് കൊടൈക്കനാലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെയും ബൈക്കിൽ നേരെ കൊണ്ടുവരുന്നത് ആ ഒരു പുഴക്കരയിലേക്ക്. പുഴയിലേക്കെടുത്ത് ചാടിയ വില്ലി പുഴയ്ക്കടിയിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. എന്നാൽ അതേ സമയം പുഴയ്ക്കടിയിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അത് മറ്റാരുമല്ല, അവരുടെയൊക്കെ പള്ളിയിൽ വിദേശത്ത് നിന്നൊരു അച്ഛൻ വന്നിരുന്നു. ആ അച്ഛനെ കുറെ നാളായിട്ട് കാണാനില്ല എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട്. പോലീസും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല. ആ അച്ഛന്റെ ഡെഡ് ബോഡിയാണ് പുഴയ്ക്കടിയിൽ താത്തുവച്ചിരിക്കുന്നതും. അത് കാണുന്ന വില്ലി ഉടനെ തന്നെ പുഴയിൽ നിന്നും കരയിലേക്ക് കയറിയിട്ട് സെബാനോട് ഈ ഒരു കാര്യം പറയുന്നു. വാ സെബാനെ, നമുക്ക് സ്റ്റേഷനിൽ പോയി അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വെപ്രാളപ്പെടുന്ന സമയത്ത്, അതൊന്നും വേണ്ടടാ, ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് സെബാൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അതേസമയം അവിടേക്ക് കൊച്ചേട്ടൻ വരുന്നു. കൊച്ചേട്ടനെ കാണുന്ന വില്ലി കൊച്ചേട്ടന്റെ അടുത്തേക്ക് എത്തിയിട്ട്, കൊച്ചേട്ടാ, ദോ നമ്മുടെ പള്ളിയിലെ അച്ഛന്റെ ഡെഡ് ബോഡി പുഴയ്ക്കടിയിൽ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതേടാ, ഞാൻ തന്നെയാ അത് ചെയ്തത്, ഇനി അച്ഛനടുത്തേക്ക് നീയും പോന്ന് പറഞ്ഞിട്ട് വില്ലിയെ തല്ലി ചതയ്ക്കുന്നു. അടികൊള്ളുന്ന സമയത്തും വില്ലി ദയനീയമായിട്ട് സെബാന്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും സെബാൻ തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. സെബാന്റെ കൺമുന്നിൽ വെച്ച് വില്ലിയുടെ കഥ കഴിക്കുകയും അവനെ പുഴയിലേക്കെടുത്ത് താക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും കണ്ടിട്ട് ഒരു മനസാക്ഷിയുമില്ലാതെ നിൽക്കുകയാണ് സെബാൻ. ആരോരുമില്ലാത്ത സെബാന് ജീവിതം കൊടുത്തത് തന്നെ വില്ലിയും കുടുംബവുമാണ്. എന്നിട്ട് അതിന്റെ നന്ദി പോലും സെബാൻ കാണിച്ചതേയില്ല. സത്യത്തിൽ സെബാന് വില്ലിയും ലിഷയും തമ്മിലുള്ള ബന്ധം നന്നായിട്ട് അറിയാം. ഒട്ടും തന്നെ അവനത് താല്പര്യവുമില്ലായിരുന്നു. ഈ ഒരു വിവരമൊക്കെ കൊച്ചേട്ടനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കൊച്ചേട്ടനാണെങ്കിലോ സെബാനെ തന്റെ കൂടെ നിൽക്കുവാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. സെബാന് നല്ല രീതിയിലുള്ള ഓഫറുകളൊക്കെയാണ് കൊടുത്തത്. അതിൽ മയങ്ങിയാണ് സെബാൻ ഈ ഒരു പരിപാടി ചെയ്തത്. കൊച്ചേട്ടൻ പറയുന്നത് വില്ലിയെ താൻ പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരണമെന്ന്. അതനുസരിച്ചാണ് വില്ലി അവൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതും. അങ്ങനെ വില്ലിയുടെ കഥ കഴിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.
വില്ലി കൊടൈക്കനാലിൽ എത്തിയില്ല എന്ന് മനസ്സിലാക്കിയ പോൾസൺ വില്ലി അന്വേഷിച്ചിറങ്ങുകയാണ്. അതിൽ നിന്നും പോൾസണിനെ തടയണമെന്നും കൊച്ചേട്ടൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ കൊലപാതകം പ്ലാൻ ചെയ്തത്. പോൾസൺ ആണെങ്കിലോ കുടിയനായിട്ടുള്ള ആളുമായിട്ട് പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടായത് അവർക്കറിയാമായിരുന്നു. അതറിയാവുന്നത് കൊണ്ട് തന്നെ കൊച്ചേട്ടൻ SI സക്കറിയെ കൊണ്ട് ആ ഒരു കുടിയന്റെ കഥ കഴിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ഡെഡ് ബോഡി ആരും അറിയാതെ പോൾസന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പോൾസന്റെ വീട്ടിൽ അന്വേഷിച്ച് വരുമ്പോഴാണ് ഡെഡ് ബോഡി കാണുന്നത്. അങ്ങനെയാണ് പോൾസൺ അകത്താകുന്നതും. പക്ഷേ അതേസമയം പോൾസൺ ആണ് ഈ ഒരു കുറ്റം ചെയ്തതെന്ന് പോലീസുകാർക്ക് മൊഴി കൊടുത്തത് സെബാനുമായിരുന്നു. അതോടുകൂടിയാണ് കേസ് സ്ട്രോങ് ആയതും 7 വർഷമായിട്ടും പോൾസൺ ജയിലിൽ കിടന്നത്. തന്നെ എല്ലാത്തിലും സഹായിക്കുന്നത് കൊണ്ട് തന്നെ സെബാന് MLA പദവിയും കൊച്ചേട്ടൻ നൽകുന്നു. എന്നാൽ ഈ ഒരു 7 വർഷത്തിനിടയിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് സത്യങ്ങളെല്ലാം പോൾസൺ അറിയുകയാണ്. ആര് പറഞ്ഞെന്നാൽ സെബാന്റെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ആ ഒരു ഡ്രൈവറും പിന്നെ ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിലെ അയാളുമാണ് വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. സെബാനും കൊച്ചേട്ടനും ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം കണ്ടുകൊണ്ട് ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ. വില്ലിയെ സെബാനാണ് കൊച്ചേട്ടനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വില്ലിയുടെ കഥ കഴിക്കുന്ന സമയത്ത് അവൻ നിശബ്ദനായി മാത്രമാണ് നോക്കി നിന്നത് എന്നുള്ള കാര്യമെല്ലാം തുറന്നു പറയുന്നു. തന്റെ സഹോദരനായ വില്ലി ജീവനോടുകൂടി ഇല്ല എന്നറിഞ്ഞതോടുകൂടി പോൾസൺ ആകെ തകർന്നു പോവുകയാണ്. വില്ലിയെക്കുറിച്ച് ഇനി പോൾസൺ അന്വേഷിക്കരുത്, അതിനു വേണ്ടിയിട്ട് കൊലക്കുറ്റം ചുമത്തി പോൾസണിനെ അകത്താക്കണം. അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്ത് പോൾസൺ അന്ന് പ്രശ്നമുണ്ടാക്കിയ ആ ഒരു മദ്യപാനിയില്ലേ, അയാളെ കൊല്ലുവാനായിട്ടും തീരുമാനിച്ചത്. സക്കറിയാണ് അയാളുടെ കഥ കഴിക്കുന്നതും. എന്നിട്ട് പോൾസന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു. സെബാനെ കൊണ്ട് മൊഴി കൊടുപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പ്ലാൻ ചെയ്തത് കൊച്ചേട്ടനാണ്. ആ ഒരു കാര്യമെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നത് ആ മരണപ്പെട്ടു പോയ കള്ളുകുടിയനായ ആളിന്റെ സഹോദരനും. സഹോദരന് എല്ലാ കാര്യങ്ങളും മുൻപേ അറിയാമായിരുന്നു. പോൾസൺ നിരപരാധിയാണെന്നും അറിയാം. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് 10 ദിവസത്തെ പരോളിന് പോൾസൺ ഇറങ്ങിയിരിക്കുന്നത്, പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ട്. കുരിശടിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ സെബാൻ. സെബാൻ ഒരു ലോറി ഇടിച്ചു തെറിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, പോൾസൺ തന്നെയായിരുന്നു. ഇനി അടുത്തതായിട്ട് പോൾസൺ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് യോഹൻ. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ബാബുവിനെയും ബാബുവിന്റെ ഭാര്യയെയും പിന്നെ പാപ്പനെയും കൊന്നുകളഞ്ഞത് യോഹനാണെന്നുള്ള കാര്യം പോൾസൺ അറിയാം. അങ്ങനെ യോഹന്റെ കഥ കഴിക്കുന്നു. പോൾസൺ തന്റെ മകനെ കൊല്ലുവാനായി ശ്രമിക്കുന്നത് കൊച്ചേട്ടൻ കാണുന്നുണ്ട്. തന്റെ മകനെ രക്ഷിക്കുവാനായിട്ട് ഓടി വരികയാണ് കൊച്ചേട്ടൻ. പോൾസന്റെ അടുത്ത ഇര കൊച്ചേട്ടനാണല്ലോ, അതുകൊണ്ട് തന്നെ കൊച്ചേട്ടന്റെ കഥ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോൾസന്റെ പ്രതികാരമെല്ലാം അവിടെ തീർന്നിരിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി. തന്റെ സഹോദരിയുടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് പോൾസൺ. ബാബുവിന്റെ മകൾക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ, ആ കുട്ടിയെ കൊണ്ടുവന്ന് സിസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് കുട്ടിയുടെ കണ്ണോപ്പറേഷനുള്ള കാശും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ജയിലിലേക്ക് ഇനി തിരിച്ചു പോകുവാനായിട്ടും പോൾസന് സമയമായി. പോൾസൺ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു വലിയ ബാഗ് നിറയെ കാശ് കൊണ്ടുവന്ന് ബാബുവിനെ ഏൽപ്പിച്ചില്ലേ, ആ കാശിരുന്നത് ബാബുവിന്റെ ചായക്കടയിലെ വിറക് പിരയിലുമായിരുന്നു. എന്നാൽ ആ ഒരു ബാഗ് ഇപ്പോൾ മരണപ്പെട്ടു പോയ കള്ളുകുടിയന്റെ വീട്ടിലിരിക്കുകയാണ്. കള്ളുകുടിയന്റെ മകളാണെങ്കിലോ ആ ബാഗ് എടുത്തു കൊണ്ടുവന്ന് തന്റെ അമ്മയെ ഏൽപ്പിക്കുന്നു. ദേ അമ്മ, നിറയെ കാശുണ്ട്, ആരാണ് കൊണ്ടു തന്നതെന്ന് അറിയില്ല എന്നും ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ദേ പോൾസണെയാണ് കാണിക്കുന്നത്. പോൾസണാണ് ആ ഒരു ബാഗ് നിറയെ കാശ് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പോയത്. പോൾസൺ തിരികെ ജയിലിലേക്കും പോകുന്നു. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.